അളിയോ അളിയോ അളിയാ അളിയോ കനക ആ ആ നീ പോയില്ലായിരുന്ന എന്താ ഇന്ന് പോയില്ലേ? പോണം, കുളിച്ചില്ല. ആ എന്തേ? ഒന്നുമില്ല. അതെ, നിങ്ങളുടെ ഏയ് ഇപ്പൊ പഴയ പുള്ളി തന്നെയാണോ? എന്ത് ഏയ് നിങ്ങളുടെ ഏയ് പഴയ ആള് തന്നെയാണോ? നീ വന്ന കാര്യം പറയേ. കാര്യം പറഞ്ഞോ. അല്ല, നിന്റെ കയ്യിൽ ഈ 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവുമോ? 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ട്. 100-ന്റെ നോട്ടുണ്ടോ? 100 നോട്ടുണ്ട്. ഉണ്ടോ? എന്നാ ഒരു 300 രൂപ എനിക്ക് തന്നാലേ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം. 500 രൂപ ഇതാ. ഇല്ല, 500-ന്റെ വേണ്ട. അല്ല, 500 രൂപക്ക് ഇതാ, ഞാൻ പോയിട്ട് മാറ്റി തരാം. അല്ലാളിയാ, എനിക്കിപ്പോൾ ഒരു 300 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയാൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 300 രൂപ ഇല്ല. 300 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം, വായ്പയായിട്ടെ. 300 രൂപ ഞാൻ വായ്പയായിട്ട് തരണോ? ഓ, വേറൊന്നുമല്ല, ഈ തങ്കം കേബിളിന് അടയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓർത്തില്ല, അതെങ്ങനെയോ മറിഞ്ഞങ്ങ് പോകും. കേബിളിന് പൈസ അടയ്ക്കാനില്ലെങ്കിലേ നിങ്ങൾ TV കാണണ്ട. എനിക്ക് കാണണ്ടളിയാ, ഇത് പിള്ളേർക്ക് അവർക്ക് കൊച്ചിനെ കാർട്ടൂൺ കാണാം, അവർക്ക് തങ്കത്തിന് സീരിയൽ കാണാം, അതിന് വേണ്ടിയിട്ടാണ്. എനിക്കെന്ത് കാണാൻ? അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ടിവിയുടെ ആവശ്യമില്ല. നീ തമാശ പറയല്ലേ? ഇല്ല, എന്റെ കയ്യിൽ തരാന്ന് പറഞ്ഞില്ല. 2 ദിവസം കഴിയേണ്ട കാര്യമില്ലാന്ന്. ഇതിപ്പോ ആ തള്ളയുടെയും മോളുടെയും ഓരോ നിർബന്ധം, അല്ലാതെ എനിക്കെന്താണ് ഈ കുന്തം കണ്ടോണ്ട് ഞാൻ അവിടെ ഇരിക്കുവോ? നീ ഞാൻ 2 ദിവസം കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നാണുണ്ടോ എൻ്റെ ക്ലീറ്റസ്? നേരം വിളിച്ചാകുമ്പോൾ കേബിളിന് അടയ്ക്കാൻ വേണ്ടിയിട്ട് 300 രൂപ വന്ന് ഇരക്കണ്. എൻ്റെ സൗജന്യമൊന്നുമല്ല ഞാൻ ചോദിച്ചത്, കടമായിട്ടാണ്. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് തരാമെന്നും പറഞ്ഞു. പറ്റുമെങ്കിൽ തരിക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. നീ പിന്നെ കൂടുതലും അങ്ങ് കാട് കയറണ്ട. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ടടാ. പക്ഷെ അധികം നേളിക്കൽ, ഇത് പൈസയാണളിയാ. അതെനിക്കറിയാം. ഇന്ന് വരും, നാളെ പോവും, പക്ഷെ മറ്റന്നാണ്ടല്ലോ അത് വരില്ല. അത് ഇന്ന് വരണം, ഇന്ന് വരണം. അത് വരണില്ലല്ലോ. എന്ന് നിന്റെ കയ്യിൽ മാത്രമേ ഇത് കാണൂന്നുള്ളത് വിചാരിക്കുന്നു. പുലി കണ്ടാ ചിരിക്കണ ഒരു തടി ഉണ്ടല്ലോ നിനക്ക്. എന്തെങ്കിലും പണിക്ക് പോടാ. പണിക്ക് പോയാൽ 10 രൂപ ഈ കുടുംബത്തിന് കൊണ്ടുപോവാ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. നീ എന്നെ പണിക്ക് വിടാൻ എന്റെ തടിയൊന്നും നീ അളക്കാൻ നിൽക്കണ്ട. ഇല്ലെങ്കിൽ നീ തരണ്ടടാ. എനിക്ക് തരാൻ സൗകര്യം. എനിക്ക് വേണ്ട നിന്റെ കാശ്. അവന്റെ ഒരു കാശ് ലോകത്ത് വേറെ ആരും കാശ് കണ്ടിട്ടില്ലല്ലോ. ഓ, എങ്ങനെ ഈ രാജ്യത്ത് എന്നെ പോലുള്ളവരത്തിനൊക്കെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല കർത്താവേ. ചെലവിനാണെങ്കിൽ ഒരു കുറവുമില്ല. വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ചേക്കേറുന്നതാണ് നല്ലത്. ഒരു കാര്യത്തിൽ തൊടാൻ വയ്യ. ആ നോട്ട് നിരോധനം അന്ന് മുതൽ തുടങ്ങിയതാ. അപ്പൊ പോരാ അതിന് GST കൂടെ. ഈ പറഞ്ഞ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പണിയും വേലയില്ലാത്തവനും പറയും, റോട്ടിൽ കൂടി പോണവനും പറയും GST നോട്ട് നിരോധനം. എന്താന്നറിഞ്ഞിട്ടാ? അതൊക്കെ ഉള്ളവര് പറയുന്നത് കേട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, അവരെന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കണേന്ന്. ഒരു കണക്ക് നോക്കിയാൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലേ, അത് കുറഞ്ഞിരുന്നേ. ബാക്കി എല്ലാം തികഞ്ഞിരിക്കുകയാണല്ലോ. നിങ്ങളോട് ഞാൻ മര്യാദക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ തന്നല്ലേ 300 രൂപ. അപ്പൊ അത് 300 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്യാൻ നിങ്ങൾ ആരാ? അംബാനിയുടെ മോനോ? അതെ, ഈ നെറ്റും കട്ടായി കിടക്കായിരുന്നു, അതാണ് ഞാൻ പിന്നെ ഈ സാധനേ ഞാനെടുത്ത് അടപ്പത്തിടില്ല. അപ്പൊ പഠിക്കും നിങ്ങള്. അല്ല, അതെ, നിനക്കിപ്പോ സീരിയൽ കാണണമെന്നുള്ള പ്രശ്നമല്ലേ? ചില എപ്പിസോഡൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് യൂട്യൂബിൽ ഇത് കാണാൻ പറ്റും. അല്ല, ഒരു കണക്കിന് ഈ സീരിയൽ കാണാതിരിക്കാനാണ് നല്ലത്. സ്ത്രീകൾ ഒരുപാട് പേരും ഈ വഴിതെറ്റി പോണതിന്റെ പല കാരണങ്ങളും ഈ സീരിയലാണ്. മര്യാദക്ക് ഞാൻ ഈ തുണി കൊടുത്ത് വരുമ്പോഴത്തേനും കേബിളിന്റെ കാര്യം ശരിയാക്കിക്കൊള്ളണം. എവിടെന്നാ എന്താന്നൊന്നും എനിക്കറിയണ്ട. കളിക്കണോ? മനുഷ്യൻ ആകെ കാണുന്നത് ആ സീരിയലാ. ചുരിദാറാ? എന്തേ പൈസ കിട്ടൂലേ അത് കൊടുത്തിട്ട് വരുമ്പോ? അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം, മറിക്കാം. വേണ്ട, ഒരുപാട് മറിക്കണ്ട, കുറേ മറിഞ്ഞതാ. അതുകൊണ്ട് ഇനിയിപ്പം മറിയൂല കേട്ടോ. 300 രൂപയും കൂടി എടുക്കാനില്ലാത്ത മനുഷ്യൻ GST പറ്റി പ്രസംഗിക്കണു. വലിയ രാഷ്ട്രീയക്കാരനല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നത്. ഈ വീടിന് കാര്യമായ എന്തോ ദോഷമുണ്ട്. ഇവിടെ കിടന്ന ഒരു ഗുണവും പിടിക്കില്ല. ഒരു ലോട്ടറി എടുത്താൽ അതടിക്കില്ല, ഒരു ചിട്ടി ചേർന്നാൽ അത് വീഴില്ല. എന്തൊരു കഷ്ടമാണ് ഈ വീട്ടിലെ ജീവിതം. എൻ്റെ കർത്താവ്, ഒരു 50 ലക്ഷം രൂപ എനിക്ക് എവിടെന്നേലും കിട്ടി, ഞാൻ ഇവിടുന്ന് വാരിക്കെട്ട് വേറെ ഏതെങ്കിലും ഒരു വീട് വാങ്ങിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചേനെ. ഓ, മടുക്കുകയാണേ. പഴയ പാട്ട് ആക്രി സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ആക്രി സാർ, ഏതാവത് ആക്രി കിടക്കയോ? ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. അതൊക്കെ സാർ,
ആക്രി കൊടുക്കുക. ഇല്ല ഇപ്പൊ ഇവിടെ ഉള്ള ഒരാകൃത ഇത് മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. ഇതെടുക്കോ ഇതെടുക്കോ കൊടുക്ക്. ഏതാ കൊടുക്ക് സാർ. വേറെ ഏതാവത് ഒന്നും ഇല്ല തമ്പി. അതെ സാർ. അതാ അതൊക്കെ തന്നാലേ നാളെ ഇവിടെ കഞ്ഞികൂടി മുട്ടും. എന്നെ പട്ടിണി കിടണോ നിനക്ക്? ഒന്നുമില്ല. ചെമ്പ് കൊടുക്ക് സാറേ. ചെമ്പാ? ചെമ്പല്ല, അതല്ല അലൂമിനിയം ആണടേ. ഓ സാറ് വെച്ചേക്കുന്നേ ഏത്? അത് പാട്ടാ. ഇതാ? ആ ആ ഇങ്ങ് വന്നേ. സാർ കാലയിലെ കച്ചവടം നല്ല വില തരാം. അല്ലേ? പിന്നെന്താ കിട്ടും? 75 രൂപ. ഓ 75 രൂപ. പോ 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 അതുവഴി പോ. സാറേ ഇന്ന പാട്ട ആരും എടുക്കാതെ. പഴയ പാട്ട ഇത് എന്താണെന്ന് അറിയാമോ? ഇത് നല്ല ഒറിജിനൽ ചെമ്പാണ്. നീ ഞാനും നിന്റെ അപ്പൂപ്പനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പഴയ മുതലാണിത്. ഇതൊരു ഉരുപ്പടിയാണിത്. ഓ ഇത് പഴയ താരം തന്നെ, അതുകൊണ്ട് സാധനം വിലയില്ലാത്ത പുതിയ സാധനം കൊടുക്ക, നല്ല വില വരും. ഓ പുതിയതിന് നീ നല്ല വില വരും അല്ലേ? ഓ ആ നീ ഞാൻ ഇത് കൊടുക്കുന്നില്ല ചെല്ല്. പേപ്പർ കിട്ടാ സാറേ, നല്ല വില വരാം. പേപ്പർ പ്ലാസ്റ്റിക് இருந்தாൽ നല്ല വില വരും. പേപ്പറും പ്ലാസ്റ്റിക്കിനും നല്ല വില വരും അല്ലേ? ഓ നല്ല വില വരുമല്ലോ അല്ലേ? എടുത്തോണ്ട് പോ. ഞാൻ കുറച്ചൊരു 10 കിലോ പേപ്പർ. ഈ ആഴ്ച വിലയില്ല സാർ, അടുത്ത ആഴ്ച വില ഉള്ളൂ. എടാ നിന്റെ ഉടായ്പ ഇവിടെ കാണിക്കരുത് കേട്ടല്ലോ. നിന്റെ ഇല്ലാത്ത സാധനത്തിന് ഉള്ള വിലയും അങ്ങ് പറഞ്ഞോളൂ. ഉള്ള സാധനത്തിന് നീ വില പറ. ഇതിനെന്താ തരാമെന്ന് പറയും. മാക്സിമം വില പറ. നിനക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ, കച്ചവടം നടക്കട്ടെ. ലാസ്റ്റ് വില 175 രൂപ. ഇങ്ങനെ 175 രൂപ, നല്ല വില. നല്ല വില അല്ലേ? ആ നല്ല വിലയാ 175 രൂപ. ഭയങ്കര നീ ഓ കൊടുക്ക് സാർ. മതിച്ച് ചെല്ല് പോ. ഇത് സാർ ഇത് ഞാൻ എടുത്ത് പോയാല് ഓട്ടക്കാശ് അടിച്ച് ചളിക്കൽ ഒന്നും ഇല്ല സാർ. ഇതൊന്നും ഇല്ല എന്നാ. ഇത് അടിച്ച് അടിക്ക് നോക്കണം, തൂക്കി നോക്കണം. ഇത് നല്ല മുതലാണ്, നിനക്ക് അറിഞ്ഞൂടാ. നീ തൂക്കിയാ 200 രൂപ കിട്ടും. 200 രൂപ കിട്ടും. സോഡാക്കാശ് കിടക്കും. അതെന്നാ ചോദിച്ചത്. ആ അങ്ങനെ നീ നഷ്ടപ്പെട്ട് ഇത് എടുക്കണ്ട കേട്ടാ. നീ വേറെ ഏതെങ്കിലും വഴിക്ക് വിട്ടോ. സാർ 210 രൂപ കൊടു സാർ. ഡേ പോ. ഒരു കാര്യം സാറേ കൊടുക്ക് സാറേ. ആക്രിക്കാരുടെ ലേലം വിളി പോലെ പോ. കൊടുക്കുന്നില്ല, നീ ചെല്ല്. കൊടു സാർ. നിനക്ക് വേണോ ന്യായമായ വില പറ, ഇല്ലെങ്കിൽ കൊടുക്കില്ല. പോക്കോ. 220 രൂപ സാർ. ഡേ പോ. 5 രൂപ കൂട്ടി തരാം. പോടാ. എന്നാ ഇത് രാവിലെ കച്ചവടം ഉണ്ട്. ഇങ്ങ് വാ. എന്നാ സാർ ഇങ്ങോട്ട് വാ. അതെ ഇതിന് നടക്കുവോ? ഇല്ല സാർ, ഞാൻ சொன்னேன்ல. ഇതിന് നടക്കുവോ? ഇല്ല സാർ. ആ ഇത് മാന്യമായിട്ട് ഇത് പറയണ്ടേ? കച്ചവടം ചെയ്യാൻ പഠിക്കണം. ഒരു ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ രീതിക്ക് എനിക്ക് നഷ്ടം വരില്ല, നിനക്ക് നഷ്ടം വരില്ല. നീ എവിടെ? തമിഴ്നാടാ കേരളോ? രണ്ടും അതിർത്തിയാ. ആ ചുമ്മാ അല്ല ഈ കേരളത്തിലെ ഒരു ക്രൂര സ്വഭാവം നീ കാണിക്കുന്നു. ഓ നല്ല കൊയ്ത്താണല്ലോ ഈ ആക്രി കച്ചവടം. ഇല്ല സാർ, ഇന്ന് നഷ്ടം. നഷ്ടം ലാഭം. എത്ര ഉണ്ട്? 300. പിന്നെ ആര് കണക്ക് പഠിപ്പിച്ച? ഓ കണ്ണ് തെരിയില്ല സാർ. ഇപ്പൊ ശരിയാ? അല്ല 50 കൊടുക്കും സാർ. അപ്പൊ നിനക്ക് ഇപ്പൊ കണ്ണ് കാണാല്ലേ? സ്വന്തം കാശ് പോകുമ്പോ എല്ലാവരും കണ്ണിനും ഒരു കുഴപ്പമില്ല. പിന്നെ എന്നാ സാർ ഇത് എടുത്തിട്ട് നീ ഇതുവഴി പോണം. அந்த வழி இல்ல சார், அந்த வழி இல்ல. അല്ല അവിടെ വഴിയെല്ലാം ഉണ്ട്. അങ്ങ് ഒരു ചെറിയ തോടില്ലേ, ആ തോട് ചാടി കിടക്കുമ്പോ അവിടെ ഒരു വീട് ഇருக்கு. ആ വീട്ടിൽ നിറയെ ആക്രിയുണ്ട്. അതുകൂടെ എടുത്തിട്ട് നീ അതുവഴിക്ക് പോകും. சரி சார், சரி சார். இந்த வழி போண்டா. இந்த வழി പോയിട്ട് കാര്യമില്ല. ഓ പോട്ടെ സാർ. കേബിളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കർത്താവ് ഇത്ര പെട്ടെന്ന് വഴി കാണിച്ചിരുന്നു ഞാൻ വിചാരിച്ചു.